ഹബീബിങ്ങളെ, നമ്മുടെ കാലിക്കുപ്പി വഹാബികളുടെ വീഡിയോ മുജാഹിദ് ഗ്രൂപ്പുകളിൽ വൻ ചർച്ചയായതിനു ശേഷം അതിൽ വിരളി പൂണ്ട ഇൻസ്റ്റാ മുഫ്തിമാർ മറുപടിയുമായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ വീഡിയോയിലൂടെ സമസ്തക്കുള്ളിലെ വിഭാഗങ്ങളെയും ഇതുപോലെ കുപ്പികളാക്കി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്രയും കുപ്പികൾ എനിക്ക് സംഘടിപ്പിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇൻഷാല്ലാ ഒരു ലോഡ് കുപ്പി ഇറക്കിയതിനു ശേഷം ഞാൻ ഇൻഷാല്ലാ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഈ രൂപത്തിൽ നമ്മൾ ഇങ്ങനെ എണ്ണിയാൽ മൂരിശാ ത്വരീഖത്ത്, കൊണ്ടോട്ടി ത്വരീഖത്ത്, കോരൂർ ത്വരീഖത്ത്, ചോറ്റൂർ ത്വരീഖത്ത്, ശംസിയ ത്വരീഖത്ത്, തീജാനി ത്വരീഖത്ത്, വടകര ത്വരീഖത്ത്, പട്ടിക്കാട് ത്വരീഖത്ത്, ബഗദാദി ത്വരീഖത്ത്, അമദാനി ത്വരീഖത്ത്, മുതുമ്മൽ ത്വരീഖത്ത്, അകരാട് ത്വരീഖത്ത്, പുലാമന്തോൾ ത്വരീഖത്ത്, ആലുവ ത്വരീഖത്ത്, വേങ്ങാട് ത്വരീഖത്ത്, കക്കാട് ത്വരീഖത്ത്, ആലന്തോൾ ത്വരീഖത്ത്, കോളമ്പോട് ത്വരീഖത്ത്, തുക്കടശ്ശേരി ത്വരീഖത്ത്, പടപ്പറമ്പിൽ ത്വരീഖത്ത്, പുളിക്കോട് ത്വരീഖത്ത്, നക്ഷബന്ദിയ ത്വരീഖത്ത്, ഇങ്ങനെ തുടങ്ങി 30ഓളം വിഭാഗങ്ങൾ ഞാൻ എണ്ണിയത് തന്നെയുണ്ട്. അപ്പോ ഭിന്നിപ്പാണ് ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയുടെ അധപ്പതനത്തിന് കാരണമെങ്കിൽ കേരളത്തിൽ ആദ്യമായി അധപ്പതിച്ചു എന്ന് സ്വന്തം വിശേഷിപ്പിക്കേണ്ടി വരിക സമസ്തയാണ് എന്ന തിരിച്ചറിവ്. നമ്മുടെ ഫ്രീക്ക് മുഫ്തി ഫർഹാൻ കായക്കൊടി എണ്ണിയ ആ ഗ്രൂപ്പുകളുടെ സ്ക്രീൻഷോട്ട് ശരിക്കൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇവർ പറയുന്നത് എത്രത്തോളം വിഡ്ഢിത്തരമാണെന്ന്. ഇതൊക്കെ സുന്നികളിലെ ഗ്രൂപ്പുകളാണെന്ന് പറയാനുള്ള തൊലിക്കട്ടി അപാരം തന്നെ. ഇവരുടെ വിവരം ഇത്രയാണെങ്കിൽ ആ വീഡിയോയുടെ താഴെ പോയി തിജ്ജി കമന്റ് ഇടുന്ന ഫാൻസുകളുടെ നിലവാരം എത്രയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി, അഷ്അരി, മാതുരീദി എന്നിവയൊക്കെ എന്താണെന്ന് തിരിയണമെങ്കിൽ ഈണത്തിൽ വയല് പറഞ്ഞ് ആളുകളെ പേപ്പിക്കുന്ന ഹുസൈൻ സലഫിയോടും മേലോട്ട് റോക്കറ്റ് വിട്ട് എയറിൽ കയറുന്ന ബാലുക്കാക്കാനോടും എന്റെ സ്വന്തം നാട്ടുകാരനായ ബാലുക്കാക്കാനോടും ഒന്ന് പോയി ചോദിച്ചാൽ മതി. അവര് പറഞ്ഞു തരും സുന്നികളിലെ ഗ്രൂപ്പുകൾ എന്താണ്, ആത്മീയ സരണികൾ എന്താണ്, മദ്ഹബുകൾ എന്താണ് എന്നൊക്കെ. പിന്നെ ഒരു കാര്യം, സമസ്തയിൽ സംഘടനാ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഗ്രൂപ്പുകളും അതിന്റെ പേരിൽ തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ തൗഹീദിന്റെയും ആദർശത്തിന്റെയും കാര്യത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. അല്ലാതെ 6 വഹാബികൾക്ക് 100 തൗഹീദും പരസ്പരം കുഫറും ശിർക്കും ആരോപിച്ചുള്ള തമ്മിൽ തല്ലും ഞങ്ങൾക്കിടയിലില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഇതൊന്നും എന്റെ ഇൻസ്റ്റാ കുഞ്ഞാപ്പുമാർക്ക് തിരിയാനുള്ള പ്രായമായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ശിർക്ക് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ സംവാദത്തിന് വെല്ലുവിളിച്ചപ്പോൾ അതൊക്കെ പണ്ഡിതന്മാര് ചെയ്തോളും, ഞാൻ അതിനൊന്നും അർഹനല്ല എന്ന് പറഞ്ഞ് തടി സലാമത്താക്കിയത്. അതൊന്നൊക്കെ എന്ത് മനസ്സിലായി? ഇങ്ങളെ കൊണ്ടതൊന്നും കൂട്ടിയാൻ കൂടൂല. അതുകൊണ്ട് ഒരു കാര്യത്തിനും കൂടി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ്. ഹർക്കത്തില്ലാത്ത ബുഹാരിയോ മുസ്ലിമോ പോലെയുള്ള ഏതെങ്കിലും ഒരു കിതാബ് 1/2 പേജെങ്കിലും ശരിയായി വായിച്ച് അർത്ഥം വെക്കാൻ ധൈര്യമുള്ള കുപ്പി വഹാബികൾ ഇൻസ്റ്റാ മുഫ്തിമാരുണ്ടെങ്കിൽ ഇവിടെ കമോൺ, നമുക്കൊരു കൈ നോക്കി നോക്കാം.